ഹലോ ഫ്രണ്ട്സ്. ക്രിപ്റ്റോ കറൻസിയിലെ ടാക്സിനെ കുറിച്ചും അതിന്റെ ലീഗൽ വശങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ഇന്ത്യയിൽ ലീഗലാണോ? നമ്മൾ എത്ര ടാക്സ് അടക്കണം? ലോസ് വന്നാൽ എന്ത് ചെയ്യും? ITR എങ്ങനെ ഫയൽ ചെയ്യും? ഇതെല്ലാം ഈ വീഡിയോയിൽ ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യാം. 2022 സുപ്രീം കോർട്ട് RBIയുടെ ബാങ്കിംഗ് ബാൻ ലിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ആർക്ക് വേണമെങ്കിലും ലീഗലി ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗം നോക്കുമ്പോൾ അതൊരു ലീഗൽ അസറ്റ് ആണ്. അതേപോലെ തന്നെ അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണ്. എല്ലാം ഉണ്ട്. എന്നാൽ RBIയുടെ നിലപാട് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. അവർ ക്രിപ്റ്റോ കറൻസിക്ക് അത്ര വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഗവൺമെന്റിന്റെ അത്രയും വലിയ പ്രഷറും സുപ്രീം കോർട്ടിൽ നിന്ന് അങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ വന്നതുകൊണ്ട് മാത്രമാണ് അവർ ക്രിപ്റ്റോ കറൻസി ബാൻ എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കി കാണുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ ലീഗൽ ആയിട്ടുള്ള കുറച്ച് എക്സ്ചേഞ്ചുകളുണ്ട്. അവയിൽ KYC നിർബന്ധമായും ചെയ്ത് പാൻ കാർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ട്രേഡിംഗ് നടത്താം. ഉദാഹരണത്തിന് കോയിൻഡിസിഎക്സ്, സെപ്പേ, വാസിറക്സ് അങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ്. ലീഗലി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസീസ് ട്രേഡ് ചെയ്യാം. പക്ഷേ റൂൾസ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കണം. എക്സാമ്പിൾ ബിനാൻസ്, OKX, ബൈബിറ്റ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ. ഇനി വരുന്നതാണ് റിയൽ ചലഞ്ചസ്. ടാക്സേഷൻ. 2022 ഫിനാൻസ് മിനിസ്റ്റർ വലിയൊരു ബോംബ് ഡ്രോപ്പ് ചെയ്തു. 30% ടാക്സ് ഓൺ പ്രോഫിറ്റ്. സെക്ഷൻ 115 BBH. ക്രിപ്റ്റോ പ്രോഫിറ്റിൽ 30% ഫ്ലാറ്റ് ടാക്സ്. ഉദാഹരണത്തിന് നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ കഴിഞ്ഞ വർഷം 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ വർഷം നോക്കിയപ്പോൾ അത് ഏകദേശം 2,00,000 രൂപ പ്രോഫിറ്റോട് കൂടെ നിങ്ങൾക്ക് ടോട്ടൽ 3,00,000 രൂപ അതായിട്ടുണ്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് സെല് ചെയ്യണം തോന്നി. അങ്ങനെ സെല് ചെയ്ത സമയത്ത് നിങ്ങൾ ഗവൺമെന്റിലോട്ട് 30% ടാക്സും അതിന്റെ കൂടെ 4% സെസ്സും കൂടെ അടക്കണം. അതായത് 62,400 രൂപ, 2,00,000ത്തിന് 62,400 രൂപ നിങ്ങൾ ടാക്സ് ചെയ്യണം. എന്താല്ലേ? അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അപ്പൊ ലോസ് വന്നാൽ എന്ത് ചെയ്യും? ലോസ് വന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ലോസ് നിങ്ങളുടെ മാത്രം. ഗവൺമെന്റ് അതിലൊരു ഇടപെടലും ഉണ്ടാകില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഗവൺമെന്റ് ഇടപെടും. അതേപോലെ തന്നെ നിങ്ങൾ ഒരേ സമയത്ത് 2 ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിറ്റ്കോയിനിൽ നിങ്ങൾക്ക് ഏകദേശം 50,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ആ നേരം കൊണ്ട് നിങ്ങൾക്ക് എതേറിയത്തിൽ 30,000 രൂപ ലോസ് ആയിരുന്നു. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്തൂടെന്ന്. അതായത് 20,000 അതായത് 50,000 പ്രോഫിറ്റ് കിട്ടിയെങ്കിലും 30,000 അവിടെ ലോസ് ഉള്ളത് കൊണ്ട് ഇതിൽ നിന്നും അത് ഡിഡക്ട് ചെയ്ത് 20,000ത്തിന്റെ ടാക്സ് അടച്ചാൽ പോരെന്ന്. പറ്റില്ല. അതവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഗവൺമെന്റിന് നിങ്ങളുടെ ലോസിന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. പ്രോഫിറ്റിൽ മാത്രമേ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. മറ്റുള്ള അസറ്റുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിഡക്ഷൻ കിട്ടിയേക്കാം. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ ഇന്ത്യൻ ഗവൺമെന്റ് തരത്തില്ല. ഇതാണ് ഇവിടുത്തെ വലിയൊരു പ്രോബ്ലം. അതായത് നിങ്ങൾക്ക് മറ്റുള്ള അസറ്റുകളിലെല്ലാം പ്രോഫിറ്റ്, ലോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യാം. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഈ 30% ടാക്സും അതിന്റെ കൂടെ 4% സെസ് നിങ്ങളുടെ പ്രോഫിറ്റിലാണ് വരുന്നത്. അത് കൂടാതെ ഇവിടെ ഗവൺമെന്റിലോട്ട് കൊടുക്കേണ്ട വേറൊരു എമൗണ്ട് ആണ് TDS. അതായത് 10,000 രൂപയുടെ മുകളിൽ നിങ്ങൾ എത്ര ക്രിപ്റ്റോ കറൻസി വാങ്ങുകയാണെങ്കിലും അതിനെല്ലാത്തിനും 1% വെച്ച് നിങ്ങൾ ഗവൺമെന്റിലോട്ട് കൊടുക്കണം. എന്താല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടാക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രോപ്പറായ വേണം. നമുക്ക് എന്തൊക്കെ റെക്കോർഡ്സ് വേണമെന്ന് നോക്കിയാലോ? അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് എപ്പോഴാണോ ബൈ ചെയ്തത്, എപ്പോഴാണോ സെൽ ചെയ്തത് എന്ന് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ പേരെന്താണെന്ന് നോട്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് എത്രയാണെന്ന് നോട്ട് ചെയ്യണം. സെൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് എത്രയാണെന്ന് നോട്ട് ചെയ്യണം. ഏത് എക്സ്ചേഞ്ച് ആണ് നിങ്ങൾ യൂസ് ചെയ്തതെന്നുള്ളത് നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ എത്ര ഫീസ് കൊടുത്തു എന്നുള്ളതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ഒരു എക്സൽ രൂപത്തിലോ മറ്റു രൂപത്തിലോ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതാണ് എക്സ്ചേഞ്ച് സ്റ്റേറ്റ്മെന്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, TDS സർട്ടിഫിക്കറ്റ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. പകുതി മുക്കാൽ എക്സ്ചേഞ്ചുകളിലും നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് ആപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത്, എത്രയാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള ആപ്പുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഈ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായി ചെയ്യാനുള്ള കാര്യമാണ് ITR ഫയൽ ചെയ്യുക എന്നുള്ളത്. അത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള incometax.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ട്രാൻസാക്ഷൻസും റിപ്പോർട്ട് ചെയ്യുക. രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ മാത്രം യൂസ് ചെയ്യുക. റെക്കോർഡുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റ് സമയത്ത് തന്നെ ടാക്സ് അടക്കുക. ഇനി നിങ്ങളുടെ
കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു സിഎയെ കോൺടാക്ട് ചെയ്തിട്ട് സിഎ വഴി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വഴി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ പി2പി അതായത് മറ്റുള്ളവരുടെ കയ്യിലോട്ട് ക്യാഷ് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി വാങ്ങുന്ന പരിപാടി ഒരിക്കലും ചെയ്യരുത്. അതേപോലെ നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റുകൾ നിങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. അതായത് ഇന്ന പ്രോഫിറ്റ് ഞാൻ അവിടെ കുറച്ചിട്ട് ബാക്കി സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈഡ് ചെയ്യരുത്. അതേപോലെ തന്നെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിനാൻസ്, ബൈബിറ്റ് അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. ടാക്സ് ഫില്ലിങ്ങിന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ലീഗലാണ്. ഒരിക്കലും ഇല്ലീഗൽ അല്ല. അതേപോലെ തന്നെ 30% ടാക്സ് നിങ്ങൾ നിർബന്ധമായും ഗവൺമെന്റിലോട്ട് അടക്കണം. അതേപോലെ 1% ടിഡിഎസ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഓട്ടോമാറ്റിക്കലി അവർ പിടിക്കും. അതേപോലെ ഐടിആർ കറക്റ്റായി ഫയൽ ചെയ്യണം. ഈ ഫയൽ ചെയ്ത ഐടിആറിന്റെ റെക്കോർഡ് ഫയലുകളെല്ലാം നിങ്ങൾ ഒരു 6 വർഷത്തേക്കെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ഇത്രയും കാര്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ നിങ്ങൾ ഡയറക്റ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ ഫേമുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.